പാലക്കാട് ആലത്തൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തോണിപ്പാടം ബാവുപള്ളിയാപുരം സ്വദേശി പ്രദീപിന്റെ ഭാര്യ നേഗയാണ് മരിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അസ്വാഭാവികത തോന്നിയതിനാൽ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഭർത്താവിനെ ചോദ്യം ചെയ്തു വരികയാണ് പോലീസ്. മരണം കൊലപാതകമാണെന്ന ആരോപണവുമായി നേഗയുടെ കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീകുമാരൻ വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? ഇത്തരത്തിലൊരു അസ്വാഭാവികത എന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാനിടയായ കാര്യം എന്താണ്? കുടുംബത്തിന് ഇത്തരത്തിൽ സംശയം തോന്നാനിടയാവുന്ന സാഹചര്യം എന്താണ്? വിവരങ്ങൾ. സുഹൈല്, കുടുംബം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി അല്ലെ വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഈ കുടുംബം അറിയുന്നത്. വീട്ടിൽ കിടപ്പുമുറിയിൽ കുഞ്ഞ് കരയുന്നത് കേട്ട് പുറത്തിറങ്ങി നോക്കിയ സമയത്ത് നിലത്ത് വീണ് കിടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നിലത്ത് വീണ് കിടക്കുക എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും ഇവരുടെ ബന്ധുക്കൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കിരൺ അവരുടെ ഒരു സഹോദരനായി വരും. ചേട്ടാ, എന്താണ് സംഭവിച്ചതെന്നാണ് ഇവർ പറയുന്നത്? ബോധം ഇല്ലാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നാണ് അവർ പറയുന്നത്. ഇത് ആ രീതിക്കല്ല, കഴുത്തം ഇതായിട്ട് കൊലപ്പെടുത്തിയതാണെന്നാണ്. കഴുത്തിലൊരു കറുത്ത പാടുണ്ട്, കേബിൾ കൊണ്ട് അങ്ങനെ ചെയ്തു തന്നെയാണ് നമ്മുടെ ഉറച്ച വിശ്വാസം. ദിവസം എന്തെങ്കിലും വഴക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. രാത്രി 10 മണിക്കാണ് അവർ വിളിക്കുന്നത്. പിന്നെ നമ്മളെ അറിയിക്കുന്നത് 12 മണിക്ക് ഹോസ്പിറ്റലിലെത്തി ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ടാണ് എത്തിക്കുന്നത്. നമ്മളവിടെ എത്തുമ്പോഴേക്കും ഏകദേശം എല്ലാം. ആ സമയത്ത് ഈ കുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. അതെന്താ സംഭവം? അത് അവർ ഇട്ട് കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾ അവർ ഊരി എടുത്തിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അതിനുശേഷം അവരോടൊന്ന് മാറാൻ ശ്രമിക്കും. അങ്ങനെ അവരവിടുന്ന് അവർ കൂടെ വന്നവർ മാറാൻ ശ്രമിച്ചു. പിന്നെ പോലീസ് ഇടപെട്ടിട്ടാണ് ഈ ഭർത്താവിനെ അവരവിടെ സ്റ്റേഷനിലോട്ട് ഡയറക്റ്റ് കൊണ്ടുപോയായിരുന്നു. പിന്നീട് അവരുടെ കൂടെ വന്ന ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് പോയ ആൾക്കാരാണ് ബാക്കി ഫോർമാലിറ്റീസ് ചെയ്ത് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന്. വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 6 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. പലതരം മാനസികമായ പീഡനങ്ങളും ശാരീരികമായിട്ടുള്ള പീഡനങ്ങളും അവനും അവൻ്റെ അമ്മയും ചേർന്ന്. അല്ല, ഞാൻ ചോദിച്ചത് ഇതിനു മുമ്പ് പിന്നീട് ഇങ്ങനെ പറയുകയോ വീട്ടിൽ വന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ അതൊരു കോംപ്രമൈസ് ആക്കിയിട്ട് അങ്ങനെ. എത്ര സമയം ഇവിടെ എത്ര കാലം വീട്ടിലിരുന്നിട്ടുണ്ട്? 10 ദിവസം 15 ദിവസം വന്നിരിക്കലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഇതാക്കിയിട്ട് പിന്നെ തിരിച്ച് ഇയാൾക്ക് എന്താണ് ജോലി? പ്രദീപ് എന്ന് പറയുന്നത് ഇയാൾ ഗൾഫിലായിരുന്നു, ഇപ്പം നാട്ടിലാണ് ജോലി എടുക്കുന്നത്. നാട്ടിലെവിടെയാണ്? കോയമ്പത്തൂർ ഒരു ഇതിലാണെന്നാണ് നമ്മൾ. എന്തായാലും ഇതാണ് ബന്ധുക്കൾക്ക് പറയാനുള്ളത്. മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. അത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഒരു മകളുണ്ട്, 6 വയസ്സാണുള്ളത്. ആ കുട്ടിയെ ഇങ്ങോട്ട് അവർ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഭർത്താവിൻ്റെ ബന്ധുക്കളെല്ലാവരും തന്നെ അവിടെ നിന്ന് മുങ്ങാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് ആ സമയത്ത്. അതിനുശേഷം പോലീസ് ഇടപെട്ടാണ് ഈ ഭർത്താവ് പ്രദീപിനെ ഇപ്പോൾ ആലത്തൂർ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ളത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും തീർത്തും വേദനാജനകമാണ്. പല പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നു. ആ സമയത്തൊക്കെ വീട്ടുകാരെല്ലാം ഇടപെട്ട് പറഞ്ഞു തീർത്ത് അങ്ങോട്ട് കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ പിന്നീടും പ്രശ്നം തുടർന്നു. ഇന്നലെയും സമാനമായ രീതിയിൽ വീട്ടിൽ പ്രശ്നമുണ്ട്, ഉപദ്രവിക്കാറുണ്ട് പ്രദീപ് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ബന്ധുക്കൾ പറയുന്നത്. വളരെ വേദനിപ്പിക്കുന്ന സംഭവമാണ്. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം, രാത്രിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കർശന നടപടി ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വന്നതിന് ശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ആലത്തൂർ CA ഉണ്ണികൃഷ്ണൻ അല്പസമയം മുമ്പ് നമ്മോട് പറഞ്ഞത്. എന്തായാലും നേഹയുടെ മൃതദേഹം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഞാൻ നിൽക്കുന്നത് കാരപ്പറ്റയിലെ ഇവരുടെ വീടാണ്. ആ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സുഹൈൽ. ശ്രീജിത്ത്, നിലവിൽ വീട്ടിൽ നിന്ന് തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ ഈ നേഗയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അതോ ആശുപത്രിയിൽ വെച്ചാണോ മരണം സംഭവിച്ചിരിക്കുന്നത്? അതോടൊപ്പം തന്നെ ഈ കുടുംബം എന്തു പറഞ്ഞാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഈ നേഗയുടെ കുടുംബം അടക്കം പറയുന്നു ഉപദ്രവം പതിവായിരുന്നു എന്ന് പറയുന്നു. ഇന്നലെ അടക്കം ഉപദ്രവിക്കാനുള്ള സാധ്യതകൾ കൂടി അവർ പറയുന്നു. ഈ കുടുംബം നേഗയെ, അതായത് ഭർത്തൃ കുടുംബം നേഗയെ ആശുപത്രിയിൽ എത്തിച്ചത് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാണ് ആശുപത്രിയിൽ എത്തിച്ചത്? സുഹൈല്, നമ്മളത് പറയുമ്പോൾ ഈ കുടുംബം പറഞ്ഞത് അല്പസമയം മുമ്പ് കിരൺ എന്ന അവരുടെ സഹോദരനാണ്. അവർ പറഞ്ഞത് വീട്ടിൽ ബോധം കെട്ട് കിടക്കുന്നു എന്ന് അറിയിച്ചു. അതിനുശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് അറിയിച്ചത്. അതായത് മരണവിവരം ആശുപത്രിയിൽ എത്തുമ്പോൾ മാത്രമാണ് ഈ കുടുംബം അറിയുന്നത്. അതിനുശേഷം പിന്നീട് വീട്ടിൽ നിന്ന് ഈ വീട്ടുകാരെ അറിയിച്ചത് കൃത്യമായ രീതിയിൽ ഈ പറയുന്നത് പോലെ ബോധം കെട്ട് വീട്ടിൽ കിടക്കുകയായിരുന്നു എന്നാണ് ഈ പറയുന്നത് പോലെ അറിയിച്ചിട്ടുള്ളത്. നമുക്കത് അക്കാര്യത്തിലൊരു ക്ലാരിഫിക്കേഷൻ കൂടി വേണമെങ്കിൽ അദ്ദേഹത്തിനോട് വരുത്തേണ്ടതുണ്ട്. എന്ത് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എത്തിച്ചത്? ആശുപത്രിയിലേക്ക് നിങ്ങളെ വിളിച്ചു വരുത്തിയത് എന്ത് പറഞ്ഞിട്ടാണ്? കുട്ടിക്ക് ബോധം ഇതായി എന്ന് പറഞ്ഞിട്ടാണ് ആശുപത്രിയിലോട്ട് നമ്മളെ വിളിച്ചു വരുത്തിയത്. ശേഷം അവിടെ എത്തുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത്? അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത്. അമ്മയും ഒരു സഹോദരനാണ് അവിടെ ആദ്യം എത്തിയത്. എന്നിട്ടാണ് നമ്മളെ വിളിക്കുമ്പോഴാണ് ഇത് അറിയുന്നത്. ഇത് ഇങ്ങനെ ഇത്തരം സംഭവം ഇതായി എന്നുള്ളത് നമ്മൾ അപ്പോഴാണ് അറിയുന്നത്.
ഇത് ഇടപെട്ടുകൊണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ കഴുത്തിലൊരു പാട് കണ്ടു എന്ന് കുടുംബം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഭർത്തൃ വീട്ടുകാർ എന്തെങ്കിലും മറുപടി പറഞ്ഞതായി അവർ പറയുന്നുണ്ടോ? തിരക്കിനടിക്കുക ഹസ്ബൻഡും മാമയും അവിടുന്ന് പോയിരുന്നു. ആ ഒരു കാര്യം കൊണ്ട് ചോദിച്ചോട്ടെ, ഈ കഴുത്തിലൊരു പാടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും തരത്തിൽ നമ്മളത് ചോദിച്ചിരുന്നോ? അപ്പോൾ അവരെന്തെങ്കിലും അതിന് മറുപടി എന്തെങ്കിലും നൽകിയോ? ഇല്ല, ആ സമയത്ത് നമ്മൾ ചോദിച്ചാൽ പോലീസായിരുന്നു. പിന്നെ കാര്യങ്ങൾ എത്തുമ്പോഴേക്കും പോലീസ് എത്തിയിരുന്നു. പിന്നെ പോലീസാണ് അവനെ കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത്. എന്താണ് ആ പോലീസിനോട് പ്രാഥമികമായി അയാൾ പറഞ്ഞതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അവർ ഈ തന്നെയാണ് പറഞ്ഞത്. താഴെ കിടക്കുന്നുണ്ടായിരുന്നു, ബോധമില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ മുറിയിൽ തന്നെ ആയിരുന്നില്ലേ ഈ പറയുന്ന പ്രദീപ് എന്ന ഭർത്താവ്? ഈ മുറിയിലായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങൾ തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകാനുള്ള പരിപാടി ഉണ്ടല്ലോ. ഇതിനേതായാലും ഒരു ഇത് കണ്ടിട്ട് തന്നെ നമ്മൾ നിർത്തുന്നുള്ളൂ. അച്ഛൻ സൈനികനാണല്ലേ? അച്ഛൻ ആർമി റിട്ടയർഡാണ്. അമ്മയും 3 പെൺകുട്ടികളാണ് ഇവിടെ. തീർച്ചയായും അമ്മയും 3 പെൺകുട്ടികളുണ്ട്. 2 ചേച്ചിമാരാണ് ഈ നേഗയ്ക്ക് ഉള്ളത്. അവരെല്ലാവരും വിവാഹിതരാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം അല്പസമയത്തിനകം ഇവിടേക്ക് കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശേഷം ഇവിടെ തൊട്ടടുത്ത് തന്നെ സംസ്കാര ചടങ്ങുകളും നടക്കും. പക്ഷേ അതിന് മുൻപൊക്കെ എന്താണ് ഈ മരണകാരണം എന്നതിനെക്കുറിച്ച് അറിയണം. കുടുംബം എന്തായാലും കൊലപാതകമാണെന്ന് ഉറപ്പിച്ച് പറയുന്നു. കഴുത്തിൽ പാടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് മരണകാരണമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവം ആ സമയത്ത് നടന്നിട്ടുണ്ടോ എന്നത് അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നാണ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നാണ് ഇതിനകം തന്നെ ആലത്തൂർ CI അറിയിച്ചിട്ടുള്ളത്. നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം അല്പസമയത്തിനകം ഇങ്ങോട്ട് കൊണ്ടുവരും. സുഹൈൽ, പ്രതിവിനെ ഇപ്പോഴും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഈ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഭർത്തൃ വീട്ടിൽ ബോധം കെട്ട നിലയിൽ ഈ പറയുന്ന നേഗയെ കണ്ടെത്തിയെന്നാണ് കുടുംബം ഭർത്തൃ വീട്ടുകാർ പറയുന്നത്. പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയാണ്. ആശുപത്രിയിൽ തന്നെ പ്രാഥമികമായ അവരുടെ ഒരു വിലയിരുത്തൽ തന്നെ അതിലൊരു അസ്വാഭാവികത തോന്നുന്നു ഡോക്ടർമാർക്ക്. പിന്നീട് ഈ നേഗയുടെ കുടുംബത്തെ വിളിച്ചു പറഞ്ഞത് ഈ പറയുന്നത് പോലെ തന്നെ നേഗ വീട്ടിൽ ബോധം കെട്ട നിലയിൽ കിടക്കുകയായിരുന്നു എന്നാണ്. പക്ഷേ അവിടെ എത്തിയ കുടുംബം കണ്ടത് നേഗയുടെ കഴുത്തിലടക്കം കറുത്ത പാടുകളാണ്. അതായത് സ്വാഭാവികമൊരു മർദ്ദനം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് ആത്മഹത്യയാക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്. അതൊരു കൊലപാതകമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് അനുമാനങ്ങൾ, സാധ്യതകൾ നിലവിലുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഭർത്താവിനെ ചോദ്യം ചെയ്തു വരുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ. ശ്രീജിത്ത്, ഈ പറഞ്ഞതുപോലെ ആശുപത്രിയിലെത്തി കുടുംബത്തിന് സംശയം തോന്നുന്നു, ഡോക്ടേഴ്സിന് സംശയം തോന്നുന്നു, കഴുത്തിൽ പാടുകൾ ഉണ്ടാകുന്നു. അതനുസരിച്ചാണെങ്കിൽ പ്രദീപിന്റെ വീട്ടുകാരും പറയുന്ന ഒരു തെളിവുകളും അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലും നമുക്ക് ഈ ഘട്ടത്തിൽ എത്താൻ കഴിയില്ല. മറിച്ച് ഈ പറയുന്ന നേഗയുടെ കുടുംബം പറയുന്ന പല കാര്യങ്ങളും ശരിയായി വരികയാണ്. പോലീസിന്റെ ഒരു ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ചോദ്യം ചെയ്യൽ തുടരുക തന്നെയാണോ? എന്തെങ്കിലും ഒരു സൂചന, എന്തെങ്കിലും ഒരു കൃത്യത ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നില്ല. കാരണം അവർ പറയുന്നത് ചോദ്യം ചെയ്തു വരികയാണ്. കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ട്. അയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. മറ്റ് തുടർ നടപടിക്രമങ്ങളെല്ലാം അതിനുശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ കുടുംബം പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അവർ കണ്ടിട്ടുണ്ട്, ആ മൃതദേഹം കണ്ടിട്ടുണ്ട്. ആ മൃതദേഹത്തിൽ കൃത്യമായ രീതിയിൽ കഴുത്തിൽ പാടുകളുണ്ട് എന്നാണ് പറയുന്നത്. ഈ മൃതദേഹം കണ്ട ആളുകളൊക്കെ ഈ മേഖലയിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കറുത്ത പാട്, അതായത് വലിഞ്ഞു മുറുക്കിയതുപോലെയുള്ളൊരു പാട് കഴുത്തിലുണ്ട് എന്ന് കുടുംബം കൃത്യമായി തന്നെ പറയുന്നു. നമ്മോടൊപ്പം ഈ മൃതദേഹം കണ്ടിരുന്നു അല്ല, കഴുത്തിൽ പാടുണ്ടോ? കഴുത്തിൽ 2 പാടുണ്ട്. ഒന്ന് താഴെയും മേലെയായിട്ട് 2 പാടുണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി 1 മണിക്ക് അവിടെ ഹോസ്പിറ്റലിൽ പോയതാണ്. ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു അനീഷ്. ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ ഞങ്ങൾ പോയി, എൻ്റെ മാമൻ്റെ മോളാണ്. അപ്പോൾ പോയി കണ്ടപ്പോൾ ആശുപത്രിയിൽ ഡോക്ടർ പറഞ്ഞത് കഴുത്തിലൊരു പാടുണ്ട്, അതുകൊണ്ട് പോലീസിനെ വിളിച്ചു. ഞങ്ങൾ പോകുമ്പോഴേക്ക് അവൻ്റെ ഹസ്ബൻഡിനെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവൻ്റെ അച്ഛനും 2-3 പേരാണ് ഉണ്ടായിരുന്നത്. അവർ ഞങ്ങളെ കണ്ടപ്പോൾ അവർ ഒഴിഞ്ഞു മാറി. അവർ പോയി, ആശുപത്രിയിൽ നിന്ന് വെളിയിൽ പോയി. പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരാണ് അവരിനെ പിടിച്ചു വെച്ചത്. പിടിച്ചു വയ്ക്കുമ്പോഴേക്ക് പോലീസ് വന്നു. കഴുത്തിൽ പാടുണ്ട് എന്ന് തന്നെയാണ് സുഹൈൽ പറയുന്നത്. കണ്ട ആളുകളാണ്, അവരുടെ ബന്ധുക്കളാണ് പറയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിൽ അക്കാര്യങ്ങളെല്ലാം വെളിവാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുഹൈൽ.